ഹലോ ഹലോ ബ്രോ സേതാ നമ്പർ ഇട്ട് വിളിക്കാ. അല്ല എന്താ പുള്ളിക്ക് ഫോൺ ബഗ് ആണ്. പുള്ളിക്ക് ഫോൺ എന്തോ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ എടുക്കാൻ പറ്റും. വിളിക്കല്ലോ. ഞങ്ങൾ ടെക്സാസിന്റെ ജിഎച്ചിന്റെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഞങ്ങളെ മുതുക്കിലേക്ക് പോവാ. മുതുകിലേക്ക് പോവാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മുതുകിലോട്ട് വരുമ്പോ ഒന്ന് വിളിക്കോ? ഓ ഞങ്ങള് പോവാ. അതിപ്പോ വരും. ഓക്കെ ഓക്കെ ശരി ശരി. ആരെങ്കിലും പറ കാര്യം അടിക്കാൻ. അങ്ങോട്ടോ വണ്ടി എടുത്തു. ഓ എന്നെ കൂട്ടല്ലേ ഫ്രണ്ടില്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ ആരും മൈൻഡ് ചെയ്യില്ല, മരിക്കുന്ന അറിയുമ്പോ എല്ലാരും വരും. സത്യമാണല്ലേ? ഒരു പാവം മനുഷ്യനായിരുന്നത്. പക്ഷെ നമ്മൾ മരിച്ചു കിടക്കുന്ന നേരത്തെ സേതു കയറി വന്നണ്ട. അത് നിങ്ങൾ ആരും കാണുന്നത്. അത് മാത്രമല്ല മള്ളി, ഇതുവരെ നമ്മൾ എന്ത് ചാറ്റിലിട്ടാലും തിരിച്ച് മറുപടി ചിലപ്പോ അത് നമ്മൾ ഇല്ലടാ, ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്ക് മരണം ആരിൽ ചത്തായി നിന്റെ തന്ത ചത്ത് ചുമ്മാ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ബാബുശ്ശേരി ഒന്നാമത് ചന്ദ്രൻ ഇതായിട്ടിരിക്കുക. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഞാൻ കാണാ. കമ്മട്ടിപ്പാടല്ലേ? അവസാനം ഒരുപാട് ഹെൽപ്പുകൾ ചെയ്ത്. അല്ല ഞാൻ പറഞ്ഞതാണ്. പിന്നെ മിനിഞ്ഞാന്ന് TMGയുടെ വകയൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നത്. കണ്ണാപ്പേ ഞാൻ ഒരു കാര്യം, നീയാണ് ഈ സിറ്റിയില് പകുതി അടിക്കും കാരണം. ഈ സിറ്റില്ല അണ്ണ ഒന്നുകൂടെ അലച്ചിട്ട് പറഞ്ഞേ. ഈ സിറ്റില്ല ഈ നായിന്റെ എപ്പ വന്ന അന്ന് ചന്ദ്രൻ ഇത്ര ദേഷ്യമില്ല. ഇവിടുന്ന് ഇറങ്ങാൻ കണ്ട വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ പല വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ ഞാൻ അറിഞ്ഞോ. ചന്ദ്രൻ വരികയുള്ള ചന്ദ്രൻ വരിക ഇത് ഉറപ്പാണ്. നാളെ നോക്കുമ്പോഴേ DGP ആയിട്ടൊക്കെ ഇരിക്കും ഇവിടുത്തെ പീടിയിൽ. നോക്കിക്കോ നീ. ചന്ദ്രൻ വേറെ കാക്കിലൊക്കെ ടയറുടെ പാലും കുടിച്ചിരിക്കും. കണ്ണാപ്പി തന്നിട്ട് പോകുന്നതായിരിക്കും കൺഫേം. നിന്നെ വിട്ട് പിരിഞ്ഞ് സേതുവിന്റെ കണക്ഷൻ നീ ആയിട്ടാണ്. കമന്റ് വായിക്കാം. 90% ഇഷ്യൂസിനും കാരണം ജർമ്മൻ കാരണമാണ്. പുള്ളി നന്നായ ടിവിക്ക് വേറെ പ്രോബ്ലം ഒന്നും വരില്ല. അവനെ കൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. അവനെ റീപ്ലേസ് ചെയ്യാൻ നീ ഒരു പ്ലെയറിനെ എന്റെ കൊണ്ട് തന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ടിവിയുടെ ഏറ്റവും ഞാൻ പറയാം, ടിവിയുടെ ഏറ്റവും കീ പ്ലെയർ, ക്യാരക്ടർ വാല്യൂ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേപോലെ കീപ്പ് ചെയ്തേക്കുന്ന ഒരു പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ അത് ജർമ്മൻ കണ്ണാപ്പി മാത്രമാണ്. സിയോൺ സിറ്റിയിൽ വന്നിട്ടും ബാൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ക്യാരക്ടറിന് യാതൊരുവിധ ചേഞ്ചസും വരുത്താതെ എല്ലാ ബാനും മേടിച്ചു കൂട്ടി ഒരു ദിവസം വന്ന് 15 ദിവസം ബാൻ മേടിച്ചു വെച്ചാൽ അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ആരുമില്ല. ഏറ്റവും വലിയ ഉദാഹരണം ലാസ്റ്റ് നമ്മൾ പോയത് കായോപരിക്കോ. അവനെ ബ്ലെയിം ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടിവിക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കാരണമുണ്ട്. അതിൽ ഓരോരുത്തർക്കും റോളുണ്ട്. അല്ലാതെ അവൻ മാത്രമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും. എന്തായാലും ബ്രോ അവൻ പോയിട്ട് ആരുടെ പറഞ്ഞില്ലല്ലോ മറ്റവന്റെ തന്തേരെ പേര് ഇതാണ്, ഇത് വിളിച്ചാലേ വേദനിക്കുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓസി കൊണ്ടിടാനൊന്നും അവൻ പറയുന്നില്ലല്ലോ. ചാരി ഇരിക്കുന്ന ആള് സാറ് എവിടെ ഇരിക്കുന്ന ചാരി ആളവിടെ പോയി. എന്തുപറ്റി? നീ സ്ഥലം മാറ്റി വന്നോ? നമ്മളെ കണ്ണാപ്പി ടെൻഷൻ ആയിട്ടാ. ഹലോ മിക്സിയാ? ജോസഫിന്റെ വീട്ടിലെ ലിജോക്കെ ഹലോ
ആ ചേട്ടാ ഓ സേതു ഹലോ എന്തോ പറയൂ. പിന്നെ ഹലോ ഹലോ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഓ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് ശോകമായി പോയി എന്താണേലും. സംഭവം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞതാണ് എന്താണെന്ന്, നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ എന്താണെന്ന് പറയാൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇനി എന്ത് ഡിസൈഡ് ചെയ്യാനാണ്? ഇങ്ങനെ വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അതായത് ഇന്ന് ഇത് പറഞ്ഞ് സോൾവ് ചെയ്താൽ നാളെ വീണ്ടും ഇതും പൊക്കിക്കൊണ്ട് വരും. എനിക്കങ്ങോട്ട് അതിലൊന്നും മനസ്സിലായി പോലില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ അവര് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുന്നതെന്ന് അറിയാം. അൺഫെയർ ആണ്. പിന്നെ എന്ത് പറയാനാണ് അങ്ങോട്ട്? നമ്മൾ അൺഫെയർ ആണെന്ന് പറയാൻ പറ്റുമോ? അവരിങ്ങോട്ട് പറയുന്നത് അൺഫെയർ ആണ് ഞങ്ങൾ ചെയ്യുന്നത്, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ എന്ന്. അതാണ് ചെയ്യാനാ. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ കേസ് ഒന്നും പറഞ്ഞില്ലേ അവര്? ആർക്കറിയാം എപ്പോ എങ്ങോട്ടാണ് ദൈവത്തിനറിയാം. എപ്പോഴാ പിടിച്ച് കിട്ടണേ അറിയത്തില്ലല്ലോ. അല്ല അവര് പറഞ്ഞത് ഏകദേശം നമ്മുടെ പിന്നെ ശുഭം. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇപ്പം? എന്ത് പ്ലാൻ? സുഖം സുഖം. എവിടെ കൊറേ കണ്ടിട്ടൊക്കെ. ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമ്മള് നിങ്ങളെ കൊറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വേറെ വഴിയില്ലാത്തോണ്ട് ഇങ്ങനെ അവിടെ കോണ്ടാക്ട് ചെയ്ത്. ഓ കാര്യമായി. എത്തിയടാ എത്തി. അത് മതി എത്തിച്ച്. അതത്രേ ഉള്ളു. മറ്റവൻ വന്നില്ലേ അവൻ പുളിക്കണ്ടം. നീ ഒരു പൊടിക്ക് അടങ്ങ് നീ കണ്ണാപ്പി. കണ്ണാപ്പി നിന്റെ പ്രശ്നം അല്ലാത്ത പ്രശ്നമാണ് നിനക്ക്. അറിയാവുന്ന ഇടയ്ക്ക് നീ കുമ്മായൊക്കെ കഴുകി കളഞ്ഞായിരുന്നല്ലോ കണ്ണാപ്പി, പിന്നെ മാരി തേച്ചാ? ഇടയ്ക്ക് ഫുള്ള് സേതുവാണെന്ന് പറഞ്ഞ് മുണ്ടെടുത്തോണ്ടായിരുന്നു നടക്കണേ. ഗ്യാങ് ഹൗസിൽ ഗ്യാങ് മീറ്റിംഗിലൊക്കെ മുണ്ടെടുത്തോണ്ടാണ് വരണത്. എന്ത് ചെയ്യാനാ പിള്ളേരുടെ കാര്യം. മറ്റേ അതൊന്നും കേട്ടോളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മളെ എന്നെ ഒന്ന് മറ്റേ ഡ്രസ് ഷോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വിസിലടിച്ചിട്ട് വന്നിട്ട് അതൊന്നും അടിക്കാം. വിസില് അതൊന്നും അടിച്ചിട്ടോ. ഇപ്പൊ എന്റെ ഊത്ത് ശരിയല്ല, മനസ്സിലായോ? നിന്റെ മോന്ത വെച്ചിട്ട് നീയാണ് ഊതാൻ വിടുക. നീ ഒരു കാര്യം, നീ ഊതുന്നതിന്റെ അത്ര ആരും ഊതിയ വരുവാടാ കണ്ണാപ്പി. നീ അങ്ങോട്ട് ഊതാ നീയാടാ വിടുക്കാൻ. നിനക്കാണ് ഊതാനുള്ള ഒരു കഴിവ്. കണ്ട അവന്റെ മോത്തെ മറ്റേ ഡിസൈൻ കണ്ടാലേ അറിയാം അവന് ഊതാൻ വിടുക്കരാന്ന്. എടാ ഇവിടെ കണ്ടുപരിചയമുണ്ടെന്ന്. വിളിയൊക്കെ കേട്ടോ അവന്റെ വില്ലുമന്റെ. അതെ. അപ്പൊ നമ്മള് അവസാനമായിട്ടൊന്ന് കണ്ട്. അല്ല അപ്പൊ എന്താ നിങ്ങളുടെ പ്ലാൻ? എന്താ അടുത്ത പ്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പയ്യെ തീരുമാനിക്കാന്ന് വിചാരിച്ച്. സ്കെച്ച് എല്ലായിടത്തും പോയി പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. നമ്മളൊക്കെ വീട്ടിൽ കാണാറുള്ളവരാ, അങ്ങനെ ബൈ പറയാറില്ല. പിന്നല്ല അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പോയിട്ട് വരാം.